ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത്, അതുപോലെ യാത്രാ വീഡിയോ അല്ല ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് അറിഞ്ഞിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട, അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണക്കാർക്കും പറ്റും, അതുപോലെ യാത്രാപ്രേമികൾക്കും പറ്റും, അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കും പറ്റുന്നൊരു വീഡിയോ ആണിത്. കാരണം നമ്മുടെ അർജൻറ്റീന ഫസ്റ്റ് കളിയൊക്കെ ജയിച്ച് മെസ്സി 3 ഗോളൊക്കെ അടിച്ചിട്ട് നല്ല പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കപ്പെടുത്ത പോലെ ഈ തവണയും നമ്മൾ തന്നെ കപ്പെടുക്കുമെന്നുള്ള വാശിയിലാണ് അർജൻറ്റീന ടീമും. അപ്പോൾ അർജൻറ്റീന ഫാൻസിനും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അവരുടെ നാട്ടിലുള്ള ഒരു കറൻസി ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണത്. 50 പെസോ എന്ന് പറയും. ഈ നോട്ട് അർജൻറ്റീനയുടെ 50 പെസോ എന്ന് പറയുന്ന ഒരു ബാങ്ക് നോട്ടാണ്. ഇത് 2018 പുറത്തിറക്കിയ 4ാമത്തെ സീരീസിൽപ്പെട്ടതാണ്. ഈ നോട്ടിന് പ്രധാനമായും കുറേ സവിശേഷതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോട്ടിൻ്റെ ഈ വശത്ത് അർജൻറ്റീനയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ അക്വാൻ കാങ്കോയുടെ ചിത്രമാണുള്ളത്. അതിനു പുറമെ അർജൻറ്റീനയുടെ ദേശീയ ചിഹ്നമായ ആൻഡിയൻ കോണ്ടൂർ എന്ന പക്ഷി പർവ്വതത്തിന് മുകളിൽ പറക്കുന്നതായും താഴെ ഇടതുവശത്ത് കുട്ടികൾക്കായി ഒരു കാർട്ടൂൺ രൂപത്തിൽ ഈ പക്ഷിയെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. പിന്നെ സൈഡിലായിട്ട് അർജൻറ്റീനയുടെ ഭൂപടവും കാണാം. റിപ്പബ്ലിക്ക അർജൻറ്റീന എൻ യൂണിയൻ വൈ ലിബർട്ടഡ് എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നു. അർജൻറ്റീന റിപ്പബ്ലിക് ഐക്യത്തിലും സ്വാതന്ത്ര്യത്തിലും എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ നോട്ടിൻ്റെ സുരക്ഷാ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ടർമാർക്ക്. ഈ നോട്ട് വെളിച്ചത്തിന് നേരെ പിടിച്ചാൽ ആൻഡിയൻ കോണ്ടൂർ പക്ഷിയുടെ ചിത്രവും അതുപോലെ 50 എന്ന് അക്കവും കാണാൻ കഴിയും. 2026 ജൂൺ മാസത്തെ വിനിമയ നിരക്ക് അനുസരിച്ച് ഇതിൻ്റെ മൂല്യം ഏകദേശം, അതായത് 50 പെസോയുടെ മൂല്യം ഏകദേശം 3.22 ഇന്ത്യൻ രൂപ, അതായത് ഒരു അർജൻറ്റീന പെസോ ഏകദേശം 0.064 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണെന്നർത്ഥം. അതുപോലെ കാഴ്ച പരിമിതിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എൽ എന്ന് പതിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ തൊടുട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാഴ്ച പരിമിതിയുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ നോട്ടിനുള്ളിൽ ലംബമായി ഒരു സുരക്ഷാ നൂലുണ്ട്. അതിൽ BCRA 50 എന്ന് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. BCRA എന്ന് പറഞ്ഞാൽ അവിടുത്തെ കേന്ദ്ര ബാങ്കിൻ്റെ ചുരുക്കപ്പേരാണ്. സ്പാനിഷ് ഭാഷയിൽ ഇത് ബാങ്കോ സെൻട്രൽ ഡി ലാ റിപ്പബ്ലിക്ക അർജൻറ്റീന എന്നാണ്. അർജൻറ്റീനയിലെ സെൻട്രൽ ബാങ്കാണ് ഈ കറൻസിയൊക്കെ പുറത്തിറക്കുന്നത്. നീല, ഗ്രേ, പിങ്ക്, വയലറ്റ് തുടങ്ങിയ നിറങ്ങളിലെ മിശ്രിതമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കറൻസികളുടെയും വ്യത്യസ്തമായ രാജ്യങ്ങളുടെ കറൻസികളും അതുപോലെ നാണയങ്ങളും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.